ഹായ്, പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായ ഒരു ഡയറക്ടറെ പറ്റിയാണ്. പുള്ളി ഇപ്പം ലേറ്റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം സിക്കിന്ദർ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. AR മുരുകദാസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ AR മുരുകദാസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറിൽ ഒരാളായിരുന്നു AR മുരുകദാസ്. പിന്നെ എങ്ങനെ ആ ഒരു വിശ്വാസം പോയെന്നും പിന്നെ പുള്ളി എങ്ങനെ ഒരു ദുരന്തം സ്റ്റാറ്റസ് നേടിയെടുത്തു എന്നുമാണ് ഞാനൊരു സിനിമ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ വീഡിയോ അവസാനം വരുന്നു കാണണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം 1000-ലോട്ട് അടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് കൈവെക്കുക. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഡയറക്ടർ AR മുരുകദാസ്. പുള്ളി എന്ന് പറഞ്ഞാൽ അറിയാലോ, സൗത്ത് ഇന്ത്യയിലെ ഒരു ഡയറക്ടറാണ്, പ്രത്യേകിച്ച് കോളിവുഡ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് തമിഴ് ഇൻഡസ്ട്രി, അതായത് കോളിവുഡ് മൂവീസിനെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളർത്താൻ പറ്റിയ ഒരു ഡയറക്ടർ ശങ്കറിൻ്റെ കൂടെ തന്നെ ഉള്ളത് AR മുരുകദാസ് ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ അഹങ്കാരം കൊണ്ടാണ് പുള്ളിക്കാരൻ എനിക്ക് ഡൗൺ ആയിപ്പോയത്. അതും ഞാൻ ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാം. പുള്ളിക്കാരൻ അത് AR മുരുകദാസ് ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്ത സിനിമ എന്ന് പറയുന്നത് ദീനയാണ്. 2001 അജിത്തിനെ വെച്ച്. അജിത്തിൻ്റെ കൂടെ അന്ന് ക്ലാഷിനുള്ള ദീനയുടെ കൂടെ ക്ലാഷ് വെച്ചായിരുന്നു ഫ്രണ്ട്സ്, മലയാളത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ റീമേക്ക്. ഉള്ള കാര്യം പറയാം, ഫ്രണ്ട്സ് നല്ല ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, അവിടെയും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, ദീനയും ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ക്ലൈമാക്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു ദുരന്ത ക്ലൈമാക്സ് ആയിട്ടാണ് ഞാനിപ്പോഴും കാണുന്നത്, തമിഴിലെ ഫ്രണ്ട്സിൻ്റെ. അപ്പോൾ രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ രമണ്ണ എന്ന് പറയുന്ന വിജയ് കാന്തിനെ വെച്ച് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല, ഞാൻ പടം കണ്ടിട്ടില്ല. പിന്നെ മൂന്നാമത്തെ സിനിമ തൊട്ടാണ് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് എനിക്ക് എൻ്റെ തമിഴിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഗജനി. തമിഴിലെ തന്നെ AR മുരുകദാസിൻ്റെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഗജനി. ഇപ്പോൾ ഒത്തിരി ഭാഷയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്, പുള്ളി തന്നെ ഹിന്ദി കൊണ്ടുവന്ന് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയും പറയാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഗജനി. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലി, അതായത് ചിരഞ്ജീവിയെ വെച്ച്, അത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയുടെ സിനിമയൊന്നും എനിക്ക് കാണാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കാണാറില്ല. അതിനുശേഷം വന്നത് ഗജനിയുടെ റീമേക്ക്, ബോളിവുഡ് റീമേക്ക് പുള്ളി തന്നെ ചെയ്ത് ആമിർ ഖാനെ വെച്ച്. സത്യം പറയാമല്ലോ, സൂര്യയുടെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല ഏത് ആമിർ ഖാൻ ചെയ്തിട്ട്. ആമിർ ഖാൻ എന്ന് പറഞ്ഞാൽ അത്ര എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. അത്ര എഫേർട്ട് ഇട്ട് ചെയ്തിട്ടും സൂര്യ ചെയ്ത ലെവലിൻ്റെ 7 അയലത്ത് പോലും ആമിർ ഖാൻ എത്താൻ സാധിച്ചിട്ടില്ല. എനിക്ക് കണ്ടിട്ട് മനസ്സിലായതാണ്. പിന്നെ അടുത്തത് ഏഴാം അറിവ് ഞാൻ ഫസ്റ്റ് ഡേ കണ്ടില്ല. ഫസ്റ്റ് ഡേ കണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അന്ന് ദീപാവലിക്ക് ഇറങ്ങിയത്. വേലായുധം, ഞങ്ങൾ വിജയ് ഫാൻ ആയതുകൊണ്ട് അന്ന് വേലായുധം ഫസ്റ്റ് ഷോ കണ്ടതാണ്. +2 2011 ദീപാവലി. അത് കണ്ട്. അതിന് ശേഷമാണ് തുപ്പാക്കി, അതായത് വിജയെ വേറൊരു ലെവലിലോട്ട് എത്തിച്ച സിനിമ തുപ്പാക്കി കഴിഞ്ഞ് കത്തിയും വിജയുടെ കഴിവുകളെല്ലാം മനസ്സിലാക്കി പുള്ളി ചെയ്ത ഒരു സിനിമയാണ്. കാരണം കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഓവറാക്കാതെ, ഈ തുപ്പാക്കിയാലും കത്തിയായാലും പുള്ളി ഓവറാക്കാതെ, നല്ല ഒരു സ്റ്റാറിൻ്റെ ഓവറാക്കി കാണിക്കാതെ കറക്റ്റ് ലെവലിൽ എടുത്തു വെച്ച സിനിമയാണ് തുപ്പാക്കിയും കത്തിയും. അക്കിയുടെ ആദ്യത്തെ സ്റ്റോറി പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അക്ഷയ് കുമാറിൻ്റെ അടുത്തെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് പുള്ളി തന്നെ. അത് ഞാൻ വഴിയെ പറയാം. അത് കഴിഞ്ഞിട്ട് 2015 ഇറങ്ങിയ സിനിമ, 2014 ഇറങ്ങിയ സിനിമ ഹോളിഡേ, അതായത് തുപ്പാക്കിയുടെ റീമേക്ക്. അത് കഴിഞ്ഞിട്ട് 2016 അക്കീര ഇറങ്ങി. എന്നിട്ട് ഈ തുപ്പാക്കിയുടെ 7 അയലത്ത്, വിജയ് ചെയ്തതിൻ്റെ 7 അയലത്ത് പോലും അക്ഷയ് കുമാറിനെ എത്താൻ കഴിച്ചിട്ടില്ല. എന്നിട്ടാണ് പുള്ളിക്കാരൻ കൊണ്ടുപോയി ഇവിടെ ആദ്യമായിട്ട് അക്ഷയ് കുമാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞത്. വിജയ് അത് പീക്ക് ലെവലിൽ വിജയ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ 7 അയലത്ത് പോലും അക്ഷയ് കുമാർ ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മതി. അത് മാത്രമല്ല, പുള്ളി വേറെ റീമേക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അക്കീര ചെയ്ത് സോനാക്ഷി സിംഗ് വെച്ച് ബോളിവുഡ് പടം, അതും എനിക്കിഷ്ടമായിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം വിജയ് വെച്ച് ചെയ്ത സർക്കാർ എന്ന് പറഞ്ഞാൽ പുള്ളി, ഞാനത് സർക്കാർ ഇറങ്ങിയ സമയത്ത് ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ വിജയ് ഒരു ഹാക്കറായിട്ട് വരുന്നുണ്ട്. എന്നുവെച്ചാൽ അതുപോലെ ആയിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുള്ളിയുടെ കോസ്റ്റ്യൂമും ഒക്കെ വന്നിരിക്കുന്നത്. അതായത് ഒരു ഹാക്കറായിട്ട് ഓരോരുത്തരെ എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ധൂം 3 സെക്കൻഡിൻ്റെ വിട്ട് അതേപോലത്തെ ഒരു വേറെ ഹെവി ഐറ്റം വരാൻ പോകുന്നതെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെയുള്ള ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്കൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. പിന്നെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പം മനസ്സിലായി ദുരന്തമാണെന്ന്. എനിക്ക് ഈ ഒരു വിജയ് എന്ന് പറഞ്ഞൊരു ആക്ടർ ആ ഒരു സിനിമയ്ക്കകത്ത് ഇല്ലായിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും വെച്ച് പടം 8 നില പൊട്ടേണ്ട ഒരു പടമാണ് സർക്കാർ. അത് മുതലാക്കിയില്ല. ഈ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഫാൻ ഷോയൊക്കെ വന്നതാണ്. അത് നല്ലൊരു റിപ്പോർട്ട് കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ ആദ്യത്തെ 50 കോടി കിട്ടേണ്ട സിനിമ സർക്കാരായി മാറിയാണ്. അത്രയ്ക്കും തിയേറ്റർ ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പടം സ്പൈഡർ 2017 ഇറങ്ങി. അന്ന് തൊട്ട് ദുരന്തം. മുരുകദാസിനെ എനിക്ക് ഇഷ്ടമല്ലാതെ വന്നത് സ്പൈഡർ തൊട്ടാണ്. കാരണം ആരെങ്കിലും പോയി മഹേഷ് ബാബുവിന് വെച്ച് പടം ചെയ്യുക. അത് കഴിഞ്ഞ് പുള്ളി ലാസ്റ്റ് ചെയ്ത പടം ദർബാർ, അത് രജനീകാന്തിനെ വെച്ച്. ഇത്രയാണ് പുള്ളി ഈ 13 പടമാണ് ചെയ്തിട്ടുള്ളത്. ഈ 13 പടത്തിൽ പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് സിക്കിന്ദറും ശിവകാർത്തികേയനെ വെച്ചൊരു പടം ചെയ്തിട്ടുണ്ട്. ഇത്രയും പടമാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത്. പിന്നെ പുള്ളി വേറെ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല പടങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എങ്കയും എപ്പോഴും എന്ന് പറയുന്ന പടമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലവ് സ്റ്റോറിയാണ്. ഞാനത് ആ സമയത്ത് കണ്ടതാണ്.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാജാറാണി അറ്റ്ലിയെ വളം വെച്ച് കൊണ്ടുവന്ന ഒരു പ്രൊഡ്യൂസറുമായിരുന്നു എയർ മുരുകാസ്. ഇത്രയുമാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത്. എനിക്കും പരിചിതമായിട്ടുള്ളത് ഇത്രയൊക്കെയാണ്. പുള്ളിയുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ ഒരു വ്യത്യസ്തമാർന്ന ഒരു മേക്കിംഗ് സ്റ്റൈലാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ നോക്കിയാൽ ഇപ്പം കഴിഞ്ഞ വിജയെ ഒരു ലെവലിലോട്ട് എത്തിക്കാനുള്ള പങ്കും എയർ മുരുകദാസിനുണ്ട്. തുപ്പാക്കിയകത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കായിരുന്നു തുപ്പാക്കിയകത്ത് അന്ന് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കത് ഇതായിട്ട് തോന്നും. അന്ന് വിജയ് ഒരു ലുക്ക് പോലും മാറ്റാതെ പല പല സിനിമയിൽ വന്നിട്ടുള്ളതിനകത്ത് ഒരു കോസ്റ്റ്യൂം പോലും മാറ്റാതെ വന്ന ഒരു വിജയെ പിടിച്ച് മുടിയും എല്ലാം വെട്ടി നല്ലൊരു ആ ഒരു ലെവലിൽ ആ ഒരു സമയത്തുള്ള കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ ഫാഷനിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വിജയ് നല്ല കിടിലിനാക്കി. അതിനകത്ത് ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴേ എനിക്ക് വേറൊരു വിജയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ പടം അതേപോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുള്ളിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരിടത്ത് പോലും നിൽക്കത്തില്ല. നല്ല ഒരു ലെവലിൽ വന്നു കഴിയുമ്പോൾ പുള്ളി കൊണ്ടുപോയി ഒരു ദുരന്തം സിനിമയ്ക്ക് കൊണ്ടുപോയി ബോളിവുഡിൽ കൊണ്ടുപോയി ഡേറ്റ് കൊടുക്കും. ഇപ്പോഴും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പം ഒരു സ്റ്റാർഡം ഇപ്പം സർക്കാർ എന്ന് പറഞ്ഞൊരു പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ദുരന്തം സിനിമയായിട്ടാണ് തോന്നിയത്. അത് വിജയ് അല്ലെങ്കിൽ വേറൊരാൾ വന്നെങ്കിൽ ആ പടം ഫ്ലോപ്പാണ്. അപ്പോൾ അതിനകത്ത് പുള്ളി അതിനകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റിനകത്ത് കുറച്ചൊരു സീനുണ്ട്. വിജയ് ഒരു കറങ്ങി അടിക്കുന്നൊരു ഇതുണ്ട്. അത് മാത്രമേ എനിക്ക് അതിനകത്ത് ആ കുറച്ച് സീനുകളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഒരു ദുരന്ത വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ദർബാറും ഇതും പിന്നെ സ്പൈഡറും ഇതൊക്കെ ഒരു ദുരന്ത വർക്കായിട്ടാണ് തോന്നിയത്. ഈ ഒരു സ്റ്റാർഡം ഓവറാക്കി കാണിക്കുന്നത് ദർബാറിനകത്തൊക്കെ ഒരു രജനികാന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാർഡം ഓവറാക്കി കാണിക്കുന്ന പരിപാടി ആ ഒരു സമയത്ത് എന്തിനാ പുള്ളി കൊണ്ടുപോയി തല വെച്ച് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ദുരന്തമാവാൻ ഇതുപോലെ ഒരു ഡയറക്ടർ ദുരന്തമാകാൻ കാരണം പുള്ളിയുടെ കയ്യിലിരിപ്പ് തന്നെ. പക്ഷേ ഇതാണ് കുഴപ്പം. അതായത് സ്റ്റാർഡം യൂസ് ചെയ്ത് മുതലെടുക്കുക, അല്ലാതെ അതിനകത്തൂടെ ഒന്നും കാണിക്കുന്നില്ല ഇപ്പം അടുത്ത സമയത്തുള്ളത്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സിനിമയെന്ന് ഇപ്പം പുള്ളിയുടെ ഏറ്റവും നല്ല ആക്ടർമാരെന്ന് പറഞ്ഞാൽ വിജയും സൂര്യയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യ ഡയറക്ടർമാരുണ്ടല്ലോ. വിജയുടെ ഡയറക്ടർ എപ്പോഴും ഞാൻ മുരുകദാസ് ഭാഗ്യ ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ വിക്രത്തിന് ശങ്കർ ഭാഗ്യ ഡയറക്ടർ എന്ന് പറയുന്നത്. സൂര്യയ്ക്കും എയർ മുരുകദാസ് ഒരു ഭാഗ്യ ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവർ തമ്മിൽ ഒന്നിക്കുന്ന സിനിമകളെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സർക്കാർ മാത്രമേ ഉള്ളൂ പുള്ളി ഒരു സ്റ്റാർഡം മുതലെടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരാനുള്ള പുള്ളിയുടെ സിനിമയെന്ന് പറഞ്ഞാൽ സിക്കിന്ദറും ഈ ശിവകാർത്തികനുമായിട്ടുള്ള പടം. അപ്പോൾ ഈ ശിവകാർത്തികനുള്ള പടമേ ഉള്ളൂ എനിക്ക് അത്ര വിശ്വാസമുള്ളത്. ഈ സൽമാൻ ഖാനെയൊക്കെ കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഭായിജാനെയൊക്കെ കൊണ്ടുപോയി തലവെച്ച് കൊടുത്തിട്ട് പുള്ളിയുടെ ഇപ്പോൾ അടുത്ത ലേറ്റസ്റ്റ് ഇറങ്ങുന്ന പടങ്ങളെല്ലാം ആറ്റം ബോംബായിട്ട് ഇറങ്ങുന്നുള്ളത്. വല്ല പ്രതീക്ഷ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പിന്നെ ഇതാണ് പുള്ളിയുടെ കയ്യിലിരിപ്പ്. ഈ ഹോളിഡേക്ക് ഈ ഹോളിഡേക്ക് അത് അക്ഷയകുമാറിനെയൊക്കെ കൊണ്ടുപോയി ഡേറ്റ് കൊടുത്ത് എനിക്ക് അത് നിങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ തുപ്പാക്കിയും ഹോളിഡേയും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. വിജയ് ഏത് ലെവലിൽ ചെയ്യുന്നു. വിജയ് എല്ലാവരും കളിയാക്കാറുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള സിനിമകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. റീമേക്കുകൾ ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കണം വിജയുടെ ലെവൽ എവിടെ വരെ ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുള്ളി നല്ലൊരു തിരിച്ചുവരവ് വരട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് ഈ ശിവകാർത്തികൻ്റെ പടത്തിൽ കൂടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റേത് എനിക്ക് വലിയ പ്രതീക്ഷയില്ല, പ്രത്യേകിച്ച് സൽമാൻ ഖാൻ ആയതുകൊണ്ട്. കാരണം അതിനകത്ത് ഓവർ ഫൈറ്റ് പുള്ളി ഇപ്പം അങ്ങനെ ഒരു സാധനം ഇല്ല. ഓവറായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ കാണിച്ചാലേ ഓടത്തുള്ളൂ. പക്ഷേ അത് തെളിയിച്ചിട്ടുണ്ട്. ലോകേഷ് തെളിയിച്ചിട്ടുണ്ട്. കൈദി ഇറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ ഇത് ഇത്രയും വലിയ ഹിറ്റാകുമെന്ന്? ഞാൻ വിശ്വസിച്ചില്ല. അത് പക്ഷേ തെളിയിച്ചു തന്ന് അത്തരം ഹിറ്റാവാൻ വലിയ സ്റ്റാർഡം വേണ്ട, നല്ലൊരു സ്റ്റോറിയും നല്ലൊരു മേക്കിംഗ് സ്റ്റൈലും ഉണ്ടെങ്കിൽ ആരെ വെച്ചായാലും പടം എടുക്കാം. LJP ഒക്കെ നോക്ക്, വെട്രിമാരനെയൊക്കെ നമ്മളെ വെച്ച് വേണമെങ്കിലും പടം എടുക്കാനുള്ള കഴിവുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഡയറക്ടറുടെ കഴിവാണ്. അതിന് സ്റ്റാർഡം വേണ്ട. അത് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ. അത് ഇനി സൽമാൻ ഖാനെ കൊണ്ടുപോയി ഓവർ ആക്ഷൻ കാണിച്ച് കുളമാക്കിയ പുള്ളി പിന്നെയും ഡൗണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുള്ളി നല്ലൊരു തിരിച്ചുവരവ് വരട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.